കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് മാതാവിനും ഈശോയ്ക്കും ആദ്യമേ തന്നെ നന്ദി പറയുന്നു. എൻ്റെ പേര് ജോമോൾ. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്നത് 2019 എല്ലാവരെയും പോലെ തന്നെ എനിക്ക് ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായ സമയത്താണ് ഇവിടെ വന്നതും ഉടമ്പടി എടുക്കുന്നതും. അത് കഴിഞ്ഞിട്ട് എനിക്ക് വിദേശത്ത് പോകാനുള്ള എക്സാമും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്തു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂ പാസ്സായി. അച്ഛൻ്റെ കൈവപ്പ് വഴി ശുശ്രൂഷ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് സൗദിയിൽ നേഴ്സായി ജോലി ലഭിച്ചു. ഇപ്പം ഒരു 7 വർഷമായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്നു. ഈ നിമിഷം വരെ അമ്മ നടത്തിയ വഴികൾക്ക് നന്ദി പറയുന്നു. രണ്ടാമതായി എൻ്റെ ബ്രദറിൻ്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 8 വർഷമായി ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഒരു 8 വർഷമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നു, പല രീതിയിൽ അന്വേഷിക്കുന്നു, മാട്രിമോണിയിൽ കൊടുക്കുന്നു, ഒന്നും ശരിയാവുന്നില്ല. അങ്ങനെ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. 1 പത്രോസ് 5:6-7 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവാൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളുമെന്ന്. അതിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ബ്രദറിനോട് പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്തു. അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയെല്ലാം കഴിഞ്ഞു പോയി. തിരിച്ചു വന്നു. ഒരു ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ പറയുന്നുണ്ടായിരുന്നു 40 ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്ന്. അപ്പം ഞാനത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഉടമ്പടി പുതുക്കി. 40 ദിവസത്തിനുള്ളിൽ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കണ്ടു, സംസാരിച്ചു. ഈ 8 വർഷമായിട്ട് ഞങ്ങളുടെ വീടിനടുത്തുള്ള അറിയാവുന്നൊരു ചേട്ടൻ തന്നെയാണ് ഈ വിവാഹാലോചന കൊണ്ടുവന്നത്. അത് മാതാവിൻ്റെ ഒരു പ്രത്യേക ഇടപെടലും മൂലം മാത്രമാണ് നടന്നത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിലും ആത്മീയ മേഖലയിലും ഒത്തിരി മാറ്റങ്ങളുണ്ടായി. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കെല്ലാം ജോലി ലഭിച്ചു. നമ്മൾ വിദേശത്ത് പോയി കഴിയുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥനയില്ല, റൂംമേറ്റ്സ് ആവും. ഇപ്പോൾ ഉള്ള ഒരു അടിച്ചുപൊളി ജീവിതത്തിലേക്ക് നമ്മളെല്ലാവരും പോകും. അപ്പോൾ അവൻ്റെ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും കുറച്ച് മാറ്റങ്ങൾ വന്നു. മദ്യപാനവും അങ്ങനത്തെ കൂട്ടുകാർ വരുമ്പോഴത്തേക്കും കൂട്ടുകൂടുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ദൈവത്തിന് കൂടുതൽ സമയം കൊടുക്കാനായിട്ട് പരിശ്രമിച്ചു. പിന്നെ വിശുദ്ധ കുർബാനയിലും കുമ്പസാരവും കുടുംബ പ്രാർത്ഥനയും രാവിലെയുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളും അതിലെല്ലാം കൂടുതൽ ദൈവത്തിന് വേണ്ടി കുറച്ച് സമയം കൂടുതലായിരിക്കുവാനും വീട്ടിലെല്ലാവരും കുടുംബ പ്രാർത്ഥനയിൽ ഒന്നിച്ച് പങ്കെടുക്കുവാനും അങ്ങനെയുള്ള രീതിയിലായപ്പോൾ തന്നെ ഒരു ദൈവിക ചൈതന്യം വരാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ബ്രദറിൻ്റെ വിവാഹം കഴിഞ്ഞ മാസം 27-ാം തീയതി വളരെ നല്ല രീതിയിൽ കാനായിലെ കല്യാണ വിരുന്നിൽ മാതാവും ഈശോയും വന്ന് നടത്തിയതുപോലെ തന്നെ ഒരു പ്രയാസങ്ങളുമില്ലാതെ ആലീസ് എന്ന് പറയുന്ന സ്വർഗം തുറന്ന് ദൈവം ഞങ്ങൾക്ക് അവനൊരു ജീവിത പങ്കാളിയെ നൽകി. അവർ സന്തോഷമായിട്ടിരിക്കുന്നു. അടുത്ത മാസം ഞങ്ങൾ 2 പേരും തിരിച്ച് പോവുകയാണ്. അതിനു മുമ്പ് അമ്മയ്ക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഈ അൾത്താരയിൽ നിൽക്കുന്നത്. ഇത് രണ്ടുമാണ് എനിക്ക് പ്രധാനപ്പെട്ട സാക്ഷ്യം. പിന്നെ ചെറുതും വലുതുമായി അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. രോഗസൗഖ്യം, ഞാൻ സൗദിയിലായിരുന്ന സമയത്ത് അമ്മയ്ക്ക് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് ആ സമയത്ത് എൻ്റെ അനിയത്തിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങിച്ചു കഴിച്ചെങ്കിലും അമ്മയ്ക്ക് അത് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ശാരീരികമായിട്ട്. അപ്പം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു ഉപ്പും തൈലവും ഒക്കെ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി മാതാവും ഈശോയും പൂർണ്ണ സൗഖ്യം കൊടുത്തു. ഇതെൻ്റെ മകനാണ് ഏതൻ. അവനാണെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻ കൂടിയിട്ട് അവന് CT സ്കാനൊക്കെ ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഇൻഫെക്ഷൻ കൂടിയിട്ടുണ്ട്, അപ്പോൾ അതിന് മരുന്ന് കഴിക്കണം.
മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്തു, ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്തു. ഈ സമയത്തെല്ലാം ഞാൻ സൗദിയിലാണ്. നമുക്കറിയാം, നമ്മൾ നാട്ടിൽ നിന്ന് വിട്ട് നിൽക്കുമ്പം നമ്മൾക്ക് മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്ന സമയത്താണ്. ആ സമയത്തെല്ലാം ഞാൻ അവിടെ നിന്നുകൊണ്ട് എൻ്റെ നെഞ്ചത്ത് തൈലവും ഇതൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ തേനും കാര്യങ്ങളൊക്കെ അവന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് നാൾ അവന് ഇൻഹേലർ എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി. അവന് തന്നെ ഒരു വിശ്വാസമുണ്ട്. അവൻ തന്നെ എടുത്ത് പോയി തൈലമൊക്കെ എടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പ് കഴിക്കുന്ന ഭക്ഷണത്തിലെടുത്ത് കഴിക്കുകയും പ്രാർത്ഥിക്കും. അത് മാറുമെന്നൊരു വിശ്വാസം അവനും ഉണ്ട്. അങ്ങനെ അവൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇൻഹേലറൊക്കെ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ അവൻ മിടുക്കനായിട്ടിരിക്കുന്നു. അസുഖങ്ങളൊന്നുമില്ല. ദൈവമാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ടും പ്രശുദ്ധ പ്രവൃത്തികളായിട്ടും ഞങ്ങൾ ചെയ്യുന്നത്, ഗൾഫിലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പത്രം നമ്മൾ വാങ്ങിച്ചിട്ട് ഇവിടെ തന്നെ ഞാനും എൻ്റെ ബ്രദറും കൂടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയായിരുന്നു. ബ്രദർ ഉടമ്പടി എടുത്തതാണ്. അവന് പുതുക്കിയ സമയത്ത് കഴിഞ്ഞ മാസം ഞങ്ങൾ വന്ന് പുതുക്കി. അപ്പോൾ പത്രം വാങ്ങിച്ച് ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കുകയും ചെയ്തു. പിന്നെ വീടുകളിൽ രോഗികളായി കിടക്കുന്ന അമ്മച്ചിമാരുടെ അടുത്ത് പോയി അവരോട് കുറച്ച് നേരം സംസാരിക്കുവാനും, പിന്നെ അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനുള്ള ആരുമില്ലാത്തതുകൊണ്ട് മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും, അങ്ങനത്തെയുള്ള കാരുണ്യപ്രവൃത്തികളാണ് കൂടുതലും ചെയ്യുന്നത്. ഗൾഫിലായിരിക്കുമ്പോൾ അവിടെ നമ്മൾ ഒരു യൂണിറ്റിൽ ഉണ്ട്, പ്രെയർ യൂണിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് സഹായങ്ങളൊക്കെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ അതിനാവശ്യമുള്ള പൈസ സാലറി കയറുമ്പോൾ തന്നെ നമ്മൾ ഒരു വിഹിതം അതിനുവേണ്ടി മാറ്റിവെച്ച് അവരെ സഹായിക്കാൻ വേണ്ടി കൊടുക്കും. ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം നമുക്കറിയാം. നമ്മളെല്ലാവരും കൂടുതൽ സമയം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ സ്ക്രോൾ ചെയ്ത് സമയം കളയുന്നതാണ്. അപ്പം ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. കുറേയൊക്കെ അതൊക്കെ മാറ്റി ഫ്രീ ടൈം കിട്ടുമ്പോൾ ജപമാല ചെയ്യാനും ബൈബിൾ വായിക്കാനും അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തും. പിന്നെ വിശുദ്ധ കുർബാന അതെനിക്ക് ആഴ്ചയിൽ ഒന്നാണ് അവിടെ ഉള്ളത്, അതിൽ പങ്കെടുക്കും. 2 ആഴ്ച കൂടുമ്പം കുമ്പസാരിക്കാനും അതിനുള്ള കൃപ ദൈവം തന്നു. അതിനുള്ള ഒരു സമയവും സാഹചര്യമൊക്കെ ദൈവം എനിക്ക് ഒരുക്കി തന്നു. അതുകൊണ്ട് കുർബാനയ്ക്കും വിശുദ്ധ കുമ്പസാരത്തിനും എനിക്ക് പോകാൻ പറ്റുന്നുണ്ട്. അവിടെ നാട്ടിൽ വന്ന സമയത്തും എല്ലാ ദിവസവും കുർബാനയിൽ മുടങ്ങാതെ പോകാൻ പരിശ്രമിക്കുന്നു. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കാണാറുണ്ട്. ആഴ്ചയിലുള്ള സാക്ഷ്യം, ആഴ്ചയിലുള്ള ഉടമ്പടി ധ്യാനം അത് കാണും. കണ്ടിട്ടത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഇത്രയുമാണ് എൻ്റെ ഉടമ്പടിയിലുള്ളത്. പിന്നെ എൻ്റെ ബ്രദർ പറയും അവൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് മാതാവ് അനുഗ്രഹിച്ചതിനെ പറ്റി. എൻ്റെ പേര് ജോമോൻ എന്നാണ്. ഞാൻ 22/5/2025 ഉടമ്പടി എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് 22/12/2025 വീണ്ടും പുതുക്കി 1 മാസത്തിന് ശേഷം എൻ്റെ വിവാഹം റെഡിയായി. ഇപ്പോൾ സുഖമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ മാസം 27-ാം തീയതി ആയിരുന്നു കല്യാണം. എല്ലാം നല്ല സന്തോഷമായിട്ട് നടന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി അറിയിക്കുന്നു. അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ. അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. സങ്കീർത്തനം 20:4 ഉടമ്പടിയിൽ ദൈവഹിതത്തോട് ചേർന്ന് ഹൃദയാഭിലാഷം ദൈവം അനുഗ്രഹിക്കും. അവൻ പറയുന്നത് ചെയ്യുവേൻ എന്നാണ് പരിശുദ്ധ അമ്മ നമ്മോട് പറഞ്ഞത്. പ്രാർത്ഥനയും വിശ്വാസവും പ്രവൃത്തിയും ചേരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പദ്ധതികൾക്ക് പുതിയൊരു ദിശയാണ് ലഭിക്കുന്നത്. പുതിയ വഴികൾ തുറന്നു തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടിയിൽ സമർപ്പിക്കുന്ന നമ്മുടെ ഹൃദയാഭിലാഷങ്ങൾ കൃപാസനം അമ്മയാണ് ഈശോയുടെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത്, വഹിച്ചുകൊണ്ട് പോകുന്നത്. ദൈവഹിതത്തിന് യോജിക്കുന്നവ ദൈവം ഉടമ്പടിയിൽ ഉടനടി നമുക്ക് മറുപടി നൽകുകയാണ്. ചിലപ്പോൾ ദൈവം അതിലും നല്ല പദ്ധതി നൽകിയാണ് നമ്മെ അനുഗ്രഹിക്കുന്നത്. ജോമോൾ ജെയിംസ് എന്ന മകളുടെ സാക്ഷ്യത്തിൽ വിദേശത്ത് പോകാനുള്ള ആഗ്രഹത്തോടെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും പിന്നീട് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി ഈ മകൾക്ക് ഒരു നല്ല ജോലി നൽകി ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. പിന്നീട് പറഞ്ഞ കാര്യം ബ്രദറിൻ്റെ വിവാഹത്തിൻ്റെ കാര്യമാണ്. 8 വർഷത്തോളം അന്വേഷിച്ചു.
പക്ഷെങ്കിൽ നടന്നില്ല. ഈ മകളും ആങ്ങളെയും ഒന്നിച്ച് വന്ന് ഉടമ്പടിയെടുത്തു. ഈ മകൻ ഉടമ്പടിയെടുത്ത് 1 മാസത്തിനുള്ളിൽ ഇത്രയും നാൾ ശ്രമിച്ച ഒരു വിവാഹമായിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടിയെടുത്ത ഉടനെ 1 മാസത്തിനുള്ളിൽ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചേട്ടനാണ് ഇവരുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ അറേഞ്ച് ചെയ്തത്. ഉടമ്പടി ഉടനടി പരിഹാരമെന്ന് നാം കേട്ടിട്ടുണ്ട്. ഇവിടെ 8 വർഷമാണ് 1 മാസത്തിനുള്ളിൽ സമയചുരുക്കത്തിൻ്റെ അമ്മ കാനായിലും വിവാഹ വിരുന്നിൽ അമ്മയാണ് ഇടപെട്ടത്. ഇവരുടെ വിവാഹ കാര്യത്തിലും അമ്മയുടെ ഒരു നല്ല ഇടപെടലാണ്. കാരണം 8 വർഷത്തോളം വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ചു. പക്ഷെങ്കിൽ ഈ മകൻ ഉടമ്പടി എടുത്ത് 1 മാസത്തിനുള്ളിൽ സമയചുരുക്കത്തിൻ്റെ അമ്മ കൃപാസനം അമ്മ ഇടപെടുകയും ഈ മകന് നല്ലൊരു ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിക്കുകയുമാണ് ചെയ്തത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് തന്നെയാണ് 27-ാം തീയതി 7 എന്ന ഡേറ്റിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട്. ഈ മക്കളുടെ വിവാഹം കഴിയുകയും അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ മക്കൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് വന്നിരിക്കുന്നത്. തന്നെയുമല്ല, ഈ മകൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഡെയിലി ബ്രെഡിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞു 40 ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യവും നടക്കുമെന്ന് ഈ മകൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയായിരുന്നു. ആ 40 ദിവസത്തിനുള്ളിൽ തന്നെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഈ മകളുടെ പ്രാർത്ഥനയും ഈശോയും അമ്മയും കേൾക്കുകയാണ്. അങ്ങനെയാണ് ഈ മകളുടെയും മകൻ്റെയും പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് വിവാഹം കഴിഞ്ഞ് മക്കൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. അമ്മയുടെ രോഗസൗഖ്യം അതുപോലെ തന്നെയാണ്. നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അമ്മയ്ക്ക് രോഗസൗഖ്യവും മകന് ഉള്ള ശ്വാസകോശ ഇൻഫെക്ഷനും പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ട് അമ്മയ്ക്ക് നന്ദി പറയുന്നത്. ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ, ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷ സാധിച്ചു തരട്ടെ, അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാകട്ടെ എന്ന് കേട്ട സങ്കീർത്തനം നമ്മുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കുകയാണ്. നമ്മുടെ ഓരോ ഹൃദയാഭിലാഷങ്ങളും നമ്മൾ നിയോഗമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും അമ്മയും ഏറ്റെടുക്കുകയാണ്. നമ്മുടെ ഉദ്യമങ്ങൾ ഈശോയുടെയും അമ്മയുടെയും ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് എങ്കിൽ, ദൈവത്തിൻ്റെ ഹൃദയം അനുസരിച്ചാണെങ്കിൽ ആ ഓരോ ഉദ്യമങ്ങളും സഫലമാക്കുന്നതായിട്ടാണ് നാം ഓരോ സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി ജീവിതം നമ്മുടെ ഹൃദയാഭിലാഷങ്ങൾ സാധിച്ചു തരുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോ ഉദ്യമങ്ങളും സഫലമാകുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ നയിക്കുവാൻ ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജോമോൾക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.